എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാതവന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തികൾ 9:5 മുതൽ 9 വരെ. നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടുന്നത് അവിടെ വെച്ച് നിന്നോട് പറയുമെന്ന് അവൻ പറഞ്ഞു. അവനോടുകൂടെ പ്രയാണം ചെയ്ത പുരുഷന്മാർ ശബ്ദം കേട്ടുവെങ്കിലും ആരെയും കാണാതെ മരവിച്ചു നിന്നു. ശൗൽ നിലത്തുനിന്ന് എഴുന്നേറ്റ് കണ്ണു തുറന്നാറെ ഒന്നും കണ്ടില്ല. അവർ അവനെ കൈക്ക് പിടിച്ച് ദമസ്കോസിൽ കൂട്ടിക്കൊണ്ടുപോയി. അവൻ 3 ദിവസം കണ്ണു കാണാതെയും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെയും ഇരുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ പൗലോസിൻ്റെ രൂപാന്തരത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്. അതിനോടനുബന്ധിച്ചുള്ള വേദഭാഗമാണ് ഇന്ന് വായിച്ചത്. നീ ആരാകുന്നു കർത്താവേ? ഇതാണ് പൗലോസിൻ്റെ ചോദ്യം. നീ ആരാണ്? ഇതൊരു വലിയ ചോദ്യമാണ്. എന്നാൽ സംബോധന ചെയ്യുന്നത് കർത്താവേ എന്നാണ്. യേശു ശൗലിനെ ഒന്ന് കീഴടക്കാൻ ശ്രമിക്കുന്നു. മനുഷ്യൻ്റെ ഇച്ഛാശക്തിയിന്മേലുള്ള കടന്നാക്രമണത്തിലൂടെ ഒതുക്കി എടുക്കുകയല്ല. അങ്ങനെയല്ല മാനസാന്തരം എന്ന് പറയുന്നത്. ദൈവസ്നേഹത്തിൻ്റെ മുൻപിൽ മനുഷ്യൻ്റെ പ്രതികരണമാണ് മാനസാന്തരം. ഇത് ശൗലിന് പൊടുന്നനവേ ഉണ്ടായതല്ല. അതേസമയം അവൻ്റെ സമർപ്പണം പെട്ടെന്നുണ്ടായതാണ്. ഇറ്റ് ഈസ് നോട്ട് എ സഡൻ കൺവേർഷൻ, ബട്ട് ഇറ്റ് ഈസ് എ സഡൻ സറണ്ടർ. വില്യം ബാർക്ലേയുടെ ഒരു വിശദീകരണം അങ്ങനെയാണ്. സ്തെഫാനോസിൻ്റെ മുഖം, വാക്കുകൾ, പ്രാർത്ഥന ഇവയെല്ലാം ശൗലിൻ്റെ മുൻപിലുണ്ട്. പ്രതികൂലതകളിൽ വിശ്വാസികൾ കാണിച്ച പ്രതികരണം ഒരു ഫിലിമിലെ കാഴ്ച പോലെ മറ്റുള്ളവരുടെ മുൻപിൽ ഒരു പക്ഷെങ്കിൽ അത് നിലനിൽക്കാം. ഒരാഴ്ച ഏതാണ്ട് ഒരു തരത്തിലുള്ള യാത്ര, ഇങ്ങനെ പല കാര്യങ്ങൾ അവൻ്റെ മാനസാന്തരത്തിന് ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മാനസാന്തരം എന്ന് പറയുന്നത് പൊടുന്നനവേ ഉണ്ടായതല്ല എന്ന് പറയുന്നത്. അതേസമയം അവൻ്റെ ചോദ്യവും ലഭിച്ച ഉത്തരവും ദൈവം മുൻപാകെ സമർപ്പിക്കാൻ അവനെ പ്രേരിപ്പിച്ചു. ശൗലിൻ്റെ മാനസാന്തരം തികച്ചും ദൈവകൃപയാൽ സംഭവിച്ചതാണ്. ഒരു ഡിവൈൻ ഗ്രേസ്. ദൈവകൃപ മനുഷ്യ ആളത്തത്തെ ചവിട്ടി മെതിച്ച് ഇല്ലാതാക്കുകയല്ല. മനുഷ്യൻ യഥാർത്ഥ മനുഷ്യനാകുന്നതിന് സഹായിക്കുന്നതാണ് ദൈവത്തിൻ്റെ കൃപ. പാപം നമ്മെ ബന്ധികളാക്കും, ദൈവകൃപ നമ്മെ സ്വതന്ത്രരാക്കും. ജോൺ സ്റ്റോട്ട് അതിനെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്: ഡിവൈൻ ഗ്രേസ് ഡസ് നോട്ട് ട്രാമ്പിൾ ഓൺ ഹ്യൂമൻ പേഴ്സണാലിറ്റി, ഫോർ ഇറ്റ് എനേബിൾസ് ഹ്യൂമൻ ബീയിങ്സ് ടു ബി ട്രൂലി ഹ്യൂമൻ. ഭൂമിയിലെ അഗ്നിച്ചൂള എന്ന തലക്കെട്ടിൽ നഥനയേൽ ഗോധെ എഴുതിയ ഒരു പ്രസിദ്ധമായ നോവലുണ്ട്. അത് ഇങ്ങനെയാണ്: സകല വഷളത്വത്തിലും ജീവിച്ച ഒരു ഗ്രാമത്തെയാണ് അതിൽ ചിത്രീകരിക്കുന്നത്. നാളുകൾ കഴിഞ്ഞപ്പോൾ ഗ്രാമവാസികൾ ഒരുമിച്ച് ചേർന്ന് ഒരു തീരുമാനം കൈക്കൊണ്ടു. വഷളത്വത്തോട് യാത്ര പറഞ്ഞ് ഒരു പുതിയ ജീവിതം നയിക്കുക. അവരൊരു തീക്കുണ്ടമുണ്ടാക്കി തങ്ങളെ വഷളത്വത്തിലേക്ക് നയിച്ച എല്ലാറ്റിനെയും തീയിലിട്ട് ചുട്ട് യാത്ര പറയുക. അതായിരുന്നു പരിപാടി. അത് നടപ്പിലാക്കുകയും ചെയ്തു. 2 പിശാചികൾ സമീപത്തുള്ള മരക്കൊമ്പിൽ ഇരുന്ന് അട്ടഹസിച്ചു. എന്താണ് നിങ്ങൾ അട്ടഹസിക്കുന്നത്? ഇനി ഞങ്ങളെ നിങ്ങൾക്ക് കിട്ടുകയില്ല എന്ന് ഗ്രാമവാസികൾ പറഞ്ഞു. നിങ്ങൾ എന്തെല്ലാം തീയിട്ടാലും ഒരു കാര്യം നശിപ്പിക്കാതെ അവശേഷിക്കുന്നിടത്തോളം
നാളെയും നിങ്ങളെ ഞാൻ പാട്ടിലാക്കിക്കൊള്ളാം. പിശാചുക്കൾ ഇങ്ങനെയാണ് തിരിച്ചു പറഞ്ഞത്. ആളത്തത്തിൻ്റെ ഇരിപ്പിടമായ ഹൃദയത്തിനാണ് രൂപാന്തരം ആവശ്യം. ക്രൂശിലൂടെ വെളിപ്പെട്ട ദൈവസ്നേഹത്തിനും മാത്രമേ രൂപാന്തരം വരുത്താൻ കഴിയുള്ളൂ. നീ ആരാകുന്നു കർത്താവേ? നീ ഉപദ്രവിക്കുന്ന യേശു. ഞാൻ എന്ത് ചെയ്യണം എന്നതാണ് പൗലോസിൻ്റെ പ്രതികരണം. അവിടെ പറയുന്നത്, അത് ഞാൻ നിന്നെ അറിയിക്കും. ഒരു അടിച്ചമർത്തലല്ല, സ്നേഹത്തോടെയുള്ള ഇടപെടലാണ് ശൗലിൻ്റെ മാനസാന്തരത്തിന് ദൈവം ഉപയോഗിച്ച ശൈലി. അതുകൊണ്ട് മാനസാന്തരം പൊടുന്നനവേ ഉണ്ടാകുന്നതല്ല, അതിനുള്ള ഒരുപാട് മുഖാന്തരങ്ങളുണ്ട് എന്നത് നിലനിൽക്കുന്നു. മറ്റൊരു ചിന്ത, എഴുന്നേറ്റ് നിവർന്നു നിൽക്കുക. പൗലോസിൻ്റെ മാനസാന്തരത്തെക്കുറിച്ച് 9-ാം അധ്യായത്തിലും 22-ാം അധ്യായത്തിലും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. 22-ാം അധ്യായം 16-ാം വാക്യത്തിൽ, ഇനി താമസിക്കുന്നത് എന്ത്? എഴുന്നേറ്റ് അവൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളക എന്ന് പറഞ്ഞു. ദമസ്കോസ് സംഭവം ശൗലിൻ്റെ മാനസാന്തരം എന്ന് പറയുന്നതിനേക്കാൾ നിയോഗം എന്ന് പറയുന്നതാണ് കുറച്ചും കൂടെ ശരി. അഗ്രിപ്പ രാജാവിൻ്റെ മുൻപിലാണ് 22-ാം അധ്യായത്തിൽ ഈ സംഭവം പൗലോസ് വിവരിക്കുന്നത്. യേശുവിൻ്റെ ശിഷ്യനായതിനേക്കാൾ അപ്പോസ്തലനായ വൃത്താന്തമാണ് എടുത്തു പറയുന്നത്. അപ്പോൾ ദൈവം പല മുഖാന്തരങ്ങളിലൂടെയാണ് നമ്മളെയൊക്കെ വിളിക്കുകയും നിയോഗിക്കുകയും ഭൂമിയിൽ കർത്താവിൻ്റെ സാക്ഷികളായി ജീവിപ്പാൻ ഇടയാക്കുകയും ചെയ്യുന്നത്. ശക്തമായ ആഹ്വാനങ്ങൾ വിശുദ്ധ വേദപുസ്തകം നമുക്ക് എല്ലാ ദിവസവും നൽകുന്നു. എഴുന്നേറ്റ് നിൽക്കുക. ഒരു നിയോഗം സ്വീകരിപ്പാൻ തയ്യാറായി ഒരുങ്ങി നിൽക്കുന്നതിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. പ്രവാചക ശുശ്രൂഷയ്ക്ക് വിളിക്കപ്പെട്ട യെഹസ്കേലിൻ്റെ അനുഭവം അതായിരുന്നു. മനുഷ്യപുത്ര, നിവർന്നു നിൽക്കുക, ഞാൻ നിന്നോട് സംസാരിക്കും. മത്സരികളായ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ഞാൻ നിന്നെ അയക്കുന്നു. യെഹസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നു. അതുകൊണ്ട് പഴയ നിയമ പ്രവാചകന്മാർക്ക് ലഭിച്ച അതേ നിയോഗം ദമസ്കോസ് സംഭവത്തിലൂടെ ശൗലിനും ലഭിക്കുന്നു. ദൈവം പ്രവാചകന്മാരെ നിയോഗിച്ചതുപോലെ അപ്പോസ്തലന്മാരെയും പ്രസംഗിക്കേണ്ടതിന് നിയോഗിക്കുകയാണ്. ഭാവികാല വൃത്താന്തങ്ങൾ മുൻകൂട്ടി പറയുന്നവരാണ് പ്രവാചകന്മാർ എന്നൊരു ചിന്ത പൊതുവെ ഉണ്ട്. അവർ ദൈവത്തിൻ്റെ വക്താക്കൾ എന്ന് പറയുന്നതാണ് ശരി. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന ആമുഖത്തോടെയാണ് പഴയ നിയമ പ്രവാചകന്മാർ ദൂത് ഉദ്ഘോഷിക്കുന്നത്. അതായത് ദൈവഹിതം തിരിച്ചറിഞ്ഞ് വെളിപ്പെടുത്തുന്നവരാണ് പ്രവാചകന്മാർ. ഫോർ ടെല്ലേഴ്സ് എന്നതിനേക്കാൾ ഫോർത്ത് ടെല്ലേഴ്സ് എന്നാണ് അവരെക്കുറിച്ച് പറയുക. പ്രവാചകന്മാർ ഇന്നിൻ്റെ വ്യാഖ്യാതാക്കളാണ്. അപ്പോൾ കർത്താവ് പൗലോസിനെ രൂപാന്തരപ്പെടുത്തി വലിയൊരു നിയോഗം നൽകുമ്പോൾ മറ്റുള്ളവർക്ക് കടന്നു ചെല്ലാൻ സാധിക്കാത്ത ഇടങ്ങളിൽ യേശു ക്രിസ്തുവിൻ്റെ സാക്ഷ്യവുമായി പോകാനുള്ള നിയോഗമാണ്. ധാരാളം മുഖാന്തരങ്ങൾ അതിനു വേണ്ടി ദൈവം തമ്പുരാൻ ഒരുക്കി. പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ വിളി, നമ്മുടെ തെരഞ്ഞെടുപ്പ്, ഈ വിശ്വാസത്തിൽ ജീവിക്കാൻ, നിലനിൽക്കാൻ നമുക്ക് ലഭിച്ച മുഖാന്തരങ്ങൾ നിരവധിയാണ്. നമ്മുടെ പൂർവികരിലൂടെ ദൈവം തമ്പുരാൻ നമ്മെയും വിളിച്ചു. ആ വലിയ ബോധ്യത്തോടെ, സാക്ഷ്യത്തോടെ ജീവിപ്പാൻ നമുക്ക് ശ്രമിക്കാം. പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹം നിറഞ്ഞ പുതിയ പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവിൻ്റെ കരുണയാൽ ഉറക്കവും ഉണർവും ഞങ്ങൾക്ക് നൽകിയല്ലോ. ഇന്നത്തെ പകൽക്കാലം ജീവിപ്പാനുള്ള ബലവും കൃപയും അവിടുന്ന് പകരണമേ. വരമായിരിക്കുന്ന ആപത്തനർത്ഥങ്ങൾ വിടുവിക്കണമേ. ഞങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തത ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ മനസ്സിൻ്റെ രൂപാന്തരം
പൗലോസിന് ലഭിച്ചതുപോലുള്ള നിയോഗങ്ങൾ വ്യത്യസ്തമായ മുഖാന്തരങ്ങളിലൂടെ ഞങ്ങൾക്ക് നൽകുന്നതിനായി സ്തോത്രം. ഇന്നത്തെ പകലിൽ ഉറച്ച മനസ്സോടെ തീരുമാനങ്ങളോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്നിൻ്റെ ആവശ്യങ്ങളെല്ലാം തമ്പുരാൻ്റെ പാദത്തിൽ ഞങ്ങൾ ഇറക്കി വയ്ക്കുന്നു. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും വിശേഷമായി പ്രാർത്ഥിക്കുന്നു. കരുണയുടെ നാളുകൾ അവർക്ക് ദാനമായി നൽകണമേ. യേശു മശിഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.